സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം സമവായത്തിലേക്ക് പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം നടത്തി 21 വൈദികരും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി നടത്തിയ ചർച്ചയിലാണ് സമവായ സാധ്യതകൾ തെളിഞ്ഞത്. പ്രതിഷേധിച്ച 21 വൈദികരും ബിഷപ്സ് ഹൌസിൽ നിന്ന് പോകാമെന്ന് സമ്മതിച്ചു. ഈ മാസം 20-ന് മുൻപ് ബിഷപ്സ് ഹൌസ് പോലീസ് മുക്തമാക്കി വിശ്വാസികൾക്ക് തുറന്നു നൽകും. പുതിയ കുരിയ അംഗങ്ങളെ നിയമിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയതായും വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നതല്ല ഇതിൻ്റെ കാര്യം. പക്ഷേ വളരെ ശുഭസൂചകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ മാതൃഭവനത്തിൻ്റെ വാതിലുകൾ വൈദികർക്കും വിശ്വാസികൾക്കും വേണ്ടി തുറന്നിടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ജോസഫ് പാംപ്ലാനി പിതാവ് സമ്മതിച്ചിരിക്കുന്നു. 20-ാം തീയതി അടുത്ത ചർച്ചയ്ക്ക് ഉള്ളിൽ ഗേറ്റ് എല്ലാവർക്കും വേണ്ടി തുറന്ന് ഇടുന്നതാണ് എന്നുള്ള സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഞങ്ങൾക്കുള്ളത്. പുതിയൊരു കൂരിയയെ നിയമിക്കുകയും അവരെ മാറ്റുകയും ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഈ വൈദികർക്ക് നൽകിയിട്ടുണ്ട്. തൽക്കാലം ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത്. പ്രശ്നപരിഹാരത്തിന്റെ പുതിയ തുടക്കമെന്നും കുർബാന തർക്കം പഠിക്കാൻ 1 മാസത്തെ സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മാർ ജോസഫ് പാംപ്ലാനി. ഞങ്ങള് പരസ്പര വിശ്വാസത്തോടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. ഇതെല്ലാം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 1 മാസത്തെ സാവകാശം ഞാൻ ചോദിച്ചു. വൈദികരത് വളരെ പോസിറ്റീവായിട്ടെടുത്തു. തുടർ ചർച്ചകൾ നടക്കും. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പ്രശ്നപരിഹാരത്തിൻ്റെ പുതിയ തുടക്കം തന്നെയാണത്. സഭയെന്നും പ്രശ്നരഹിതമായിരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. പോസിറ്റീവായ ഒരു ഔട്ട്കമാണ് ഉണ്ടായത് എന്നാണ് എൻ്റെ ഒരു വികാരവും വിചാരവും. സംഘർഷത്തിൽ വൈദികർക്കെതിരെ എടുത്ത നടപടി മേലുദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പോലീസും വ്യക്തമാക്കി. ഞങ്ങളെ ബിഷപ്പ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത് പോസിറ്റീവായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് പ്രകാരം 1 മാസത്തിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ള രീതിയിൽ അവരെത്തിയിട്ടുണ്ട്. പിന്നെ നാളെ 8 മണിയോടുകൂടി അവർ സമരക്കാർ ഇന്ന് ഇവിടെ നിൽക്കും. 8 മണിയോടുകൂടി അവർ ബിഷപ്പിനോട് ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എഴുതി കൊടുക്കാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ശ്യാംകുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ശ്യാംകുമാർ, വീണ്ടും ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ 2 ദിവസത്തെ സംഘർഷങ്ങൾ, സമവായ ചർച്ചകളൊക്കെ നടന്നു. ഒടുവിൽ സമവായമായിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമവായമായിരിക്കുന്നു അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഉയർന്നു വന്നിട്ടുള്ളത്? ഗുഡ് മോർണിംഗ്. വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന ഒരു സമവായ ചർച്ചയാണ് ഇന്നലെ രാത്രി നടന്നത്. ആദ്യം കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ തന്നെ മഞ്ഞുരുക്കത്തിൻ്റെ സൂചനകൾ ഉണ്ടായിരുന്നു. പിന്നീട് സഭയിലെ വിശ്വാസികൾ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യട്ടെ എന്ന നിലപാട് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു. അതോടുകൂടിയിട്ടാണ് രാത്രിയിൽ 10:30 ചർച്ചകൾ ആരംഭിച്ചത്. ആ ചർച്ച പുലർച്ചെ 1:30 തീരുമ്പോൾ ഏകദേശ ധാരണ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് സമരം അവസാനിപ്പിച്ച് നിലവിൽ വൈദികരും വിശ്വാസികളും ബിഷപ്പ് ഹൗസിൽ നിന്ന് പിന്മാറും. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാകും പിന്മാറുക. അവർക്ക് കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഉറപ്പുകളിലൊന്ന് ഈ മാസം 20-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തും. അതിനു മുൻപ് കാനോനിക സമിതിയും കൂരിയയും പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകളുണ്ടാകും. ഏതായാലും പ്രതിഷേധിച്ച വിശ്വാസികളും വൈദികരും ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ പരിഗണിക്കാം എന്നുള്ളതാണ് നിലപാട്. അതിൽ മറ്റൊരു കാര്യം, ഏകീകൃത കുർബാനയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല. അത് പതുക്കെ നടപ്പാക്കേണ്ടി വരുമെന്ന് ഇന്നലെ സഭാ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അതേ നിലപാട് തന്നെ ഇന്നലെയും ചർച്ചയിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും താൽക്കാലിക പരിഹാരം ഉണ്ടായത് പൊതുസമൂഹത്തിനും ഒരു തരത്തിൽ ആശ്വാസമാണ്. കാരണം സഭാപ്രശ്നം മറ്റൊരു ക്രമസമാധാന പ്രശ്നമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും അതിനെല്ലാം പരിഹാരം ഉണ്ടായിരിക്കുന്നു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ബിഷപ്പ് ഹൗസിൽ നിന്ന് വൈദികർ പൂർണ്ണമായി മാറും. പിന്നീട് ചർച്ചകളുടെ സമയമാണ്. കേസുകൾ ഉൾപ്പെടെ പിൻവലിക്കാവുന്ന വകുപ്പുകളാണ് പോലീസും ചുമത്തിയിരിക്കുന്നത്. അത് പരസ്പര ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതിയെ സമീപിച്ച് പിൻവലിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ്. ഏതായാലും പൂർണ്ണമായും ഒരു സമവായത്തിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളാണ് സീറോ മലബാർ സഭ ആസ്ഥാനത്ത് നിന്ന് വരുന്ന പ്രധാന വാർത്ത.